അവിടെയുള്ള കുട്ടികളെ ഉമ്മമാര് വന്നിട്ട് കുട്ടികളെ വീട്ടിലേക്ക് ലീവിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുമ്പോ സുബ്ഹാനല്ലാഹ് കുറച്ച് മക്കളുണ്ടാകും കണ്ണീരൊലിപ്പിച്ചിട്ട് ആ യതീംഖാന പരിസരത്ത് നിൽക്കുന്നത്. ഈശ്വരമംഗലത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് പോകാം. എന്നിട്ട് ചോദിക്കൂ, നിങ്ങൾ എന്താ മക്കളെ നിങ്ങൾ കരയുന്നതെന്ന്. നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ആ മക്കൾ പറയും, ഞങ്ങൾക്ക് ഇതുപോലെ വരാൻ ഉമ്മയില്ല, ഞങ്ങൾക്ക് പോകാൻ വീടില്ല, തെരുവിൽ നിന്ന് പെറുക്കിയെടുത്ത മക്കളെ ഉസ്താദ് വളർത്തുന്നുണ്ട്. അതാണ് ശൈഖുന. ഇവരെന്താ ചെയ്യുന്നത്? 2-3 മണിക്കൂർ ഉസ്താദിന്റെ പച്ചർത്തി നിന്നിട്ട് ഊർക്കം വലിച്ച് കിടക്കുക. വന്യരായ ശൈഖുന ഉസ്താദ് അവറുകൾ സുബ്ഹാനല്ലാഹ് ഈ തിരക്കുകൾക്കിടയിൽ പോലും, ഉസ്താദിന്റെ തിരക്ക് നമുക്കറിയാം, ആ തിരക്കുകൾക്കിടയിൽ പോലും യതീമുകളായ കുട്ടികളോട് ഒന്നിച്ചൊരല്പസമയം ചെലവഴിക്കാൻ എപ്പോഴെങ്കിലൊക്കെ ഉസ്താദ് സമയം കണ്ടെത്താറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചിലപ്പോ എവിടെങ്കിലും അങ്ങാടിയിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ചെറിയ ചെറിയ വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മക്കള് നമ്മളെ വീട്ടിന്റെ മുൻവശത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. ഉപ്പച്ചി മിഠായുമായിട്ട് വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഉപ്പാന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന മക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എങ്കിൽ ഈ മക്കൾക്ക് ഉപ്പാന്ന് വിളിക്കാൻ ഉപ്പയില്ല. അവരുടെ ബാപ്പമാര് ചെറുപ്പത്തിലെ മരിച്ചുപോയി, അവരുടെ ചെറുപ്രായത്തിൽ. ആ മക്കൾ ആ വിഷമം മറിയരുതെന്ന് വിചാരിച്ച് ഉസ്താദ് അവറുകൾ സുബ്ഹാനല്ലാഹ് ചിലപ്പോഴുണ്ട് ഉസ്താദിനൊരു പോക്ക് യതീംഖാന പരിസരത്തേക്ക്, ശേഷം മിഠായും വാങ്ങിച്ചിട്ട് പോക്ക്. എന്നിട്ട് കുട്ടികളെ വിളിക്കും. ചെറിയ മക്കൾ, വലിയ കുട്ടികളെ കുറിച്ചല്ല പറയുന്നത്, ചെറിയ കുട്ടികൾ. അവരെന്തൊരു ആവേശത്തിലാണ് ഉസ്താദ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഓടി വരുന്നത്. ഉസ്താദിന്റെ മടിയിൽ അവരിയ്ക്കുന്നു. ചിലരുസ്താദിന്റെ താടിരോമത്തിൽ ഇങ്ങനെ കളിക്കാണ്, ചിലരുസ്താദിന്റെ പേനെടുത്തിട്ട് ഇങ്ങനെ തിരിക്കുന്നു. എന്തു രസം! എല്ലാവരോടും ഉസ്താദ് കുശലം പറയുന്നു. ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. മുത്തുനബി തങ്ങൾ ഈ 2 വിരലുകളാണ് ചേർത്തു പിടിച്ചത്. ഇതകറ്റുകയാണെങ്കിൽ എത്രത്തോളം അകലും നിങ്ങൾ ആലോചിച്ചു നോക്ക്. വന്യരായ ശൈഖുന ഉസ്താദ് അവറുകളുടെ ഈ കാല ജീവിതത്തിനിടയിൽ എത്ര അനാഥകളെയാണ് ഉസ്താദ് വളർത്തിയെടുത്തത്. 10ാം ക്ലാസ് യതീംഖാനയിലെ കുട്ടികളെ സ്കൂൾ പഠനം കഴിഞ്ഞാൽ ഈ മക്കളെ പൈക്കോളിയും വീട്ടിക്ക് എന്ന് പറയല്ല. ആ കുട്ടികളൊക്കെ ഉസ്താദ് വിളിക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, മക്കളെ ഇനി നിങ്ങൾക്ക് എന്താ താല്പര്യം, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് താല്പര്യം? ചില കുട്ടികൾ പറയും, സാറേ ഞങ്ങൾക്ക് ഉസ്താദുമാരാകണം. എന്നാ ശരി, അവർക്ക് നല്ല ശരിയത്ത് കോളേജ്, ദഅവ കോളേജ് കണ്ടെത്തി അങ്ങോട്ട്. വേറെ ചില കുട്ടികൾ പറയും, ഞാൻ ഓർക്കുകയാണ് കുറെ കൊല്ലം മുമ്പ് ഇതുപോലെ ഉസ്താദ് കുട്ടികളെ വിളിച്ചു ചേർത്ത സമയത്ത് ഓരോ കുട്ടികൾ ഓരോന്ന് പറഞ്ഞു. ഒരു കുട്ടി ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ നല്ലനപ്പുകാരനായ കുട്ടി മാറി നിൽക്കുകയാണ്. എല്ലാവരും പോകാൻ വേണ്ടി കാത്തുനിന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ, മോനെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന്, മോനെന്താവാനാ താല്പര്യം? ആ കുട്ടി പറയാൻ ലേശം മടിച്ചുകൊണ്ടാണെങ്കിലും, കാരണം കുട്ടിയുടെ താല്പര്യത്തിനൊരൽപ്പം കാശ് ചെലവുണ്ട്, ഉസ്താദിനോട് പറഞ്ഞൊപ്പിച്ചു, ഉസ്താദെ എനിക്കൊരു ഡോക്ടറാവണം. പക്ഷേ പഠിക്കാൻ ഉഷാറുള്ള ഞാൻ ഒരു ഡോക്ടറായി കാണാൻ എന്റെ ഉപ്പക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അള്ളാഹു ആയുസ് കൊടുത്തില്ല. എനിക്കിന്ന് പഠിക്കാൻ, എന്നെ പഠിപ്പിക്കാൻ അത്രയും വലിയ ഒരു സാമ്പത്തിക ചെലവ് വരുന്ന ഒരു കാര്യത്തിന് എന്റെ ഭീമമായ സംഖ്യ വഹിക്കാൻ എനിക്കാരുമില്ല. ഇത് പറഞ്ഞ കുട്ടി നിലവിളിക്കുമ്പോ അത് പറയാണ്, മോനെ ബാപ്പല്ലാത്ത വിഷമറിയണ്ട, മോന്റെ ബാപ്പാന്റെ സ്ഥാനത്ത് എന്നെ കണ്ടാ മതി, മോനെ പഠിപ്പിക്കും ഈ സ്ഥാപനം. സഹോദരങ്ങളെ, ശൈഖുന പഠിപ്പിച്ചു, മർക്കസ് പഠിപ്പിച്ചു. ഇന്ന് ഡോക്ടർ മുജീബുർ റഹ്മാനായി നമ്മുടെ സംഘടനാ രംഗത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന മഹാനായ വ്യക്തിത്വം. ഇങ്ങനെയൊക്കെ ഇതാണ് ശൈഖുന ഉസ്താദ് അവറുകൾ. നിങ്ങൾ അറിയോ, ആ അനാഥ മക്കളെ ശാപ പ്രാർത്ഥനയെങ്കിലും ഭയപ്പെടേണ്ടതല്ലേ?